നമ്മൾ ഈ ഹൗസ് ചാലഞ്ച് എന്ന ആശയവുമായിട്ട് നമ്മൾ ആദ്യം ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു. ഈസ് ഇറ്റ് പോസിബിൾ പിന്നെ ഭവനരഹിതരില്ലാത്ത സമൂഹം അല്ലെങ്കിൽ ഭവനരഹിതരില്ലാത്ത കേരളം എന്താ ഈ പറയുന്നത്, ഇതൊക്കെ നടക്കുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയില്ലേ, നമുക്ക് വീണ്ടും ഞാൻ പറയുന്നത് വി ഷുഡ് ഹാവ് എ ഫയർ വിത്തിൻ. ആ ഫയർ അകത്ത് വേണം, ഒരു പാഷൻ വേണം. പിന്നെ നമുക്ക് നമ്മളിലുള്ളൊരു കോൺഫിഡൻസ്, ഈശ്വരനിൽ അല്ലെങ്കിൽ ദൈവത്തിലുള്ളൊരു വിശ്വാസം, ആത്മവിശ്വാസം, മറ്റുള്ളവരുടെ നന്മയിലുള്ള വിശ്വാസം, ഇതൊക്കെ കൂടി ആവുമ്പോൾ നമുക്ക് തന്നെ ഊർജ്ജം കിട്ടും ഇത്തരം വെല്ലുവിളികളെ തരണം ചെയ്യാനായിട്ട്, അതിജീവിച്ച് മുന്നോട്ട് പോകാൻ. അതും അപരന് വേണ്ടിയിട്ടാണ്. ഐ എം വാക്കിംഗ് എക്സ്ട്രാ മൈൽ നോട്ട് ഫോർ മൈസെൽഫ് ബട്ട് ഫോർ അതേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ നടക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് വെല്ലുവിളി ഒരു കാരണമാവരുത് നമ്മളെ ബ്ലോക്ക് ചെയ്യാനായിട്ട്. നമ്മൾ അതും കൂടി മാറ്റിയിട്ട് പോകാനായിട്ടുള്ളൊരു ഊർജ്ജം. അപ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും ആരെങ്കിലും വന്ന് നമ്മളെ കൈ പിടിച്ച് സഹായിക്കും. നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ സ്റ്റക്കായെന്ന് തോന്നുന്ന സമയത്തായിരിക്കും നമ്മൾ ഒരിക്കലും കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള വ്യക്തികൾ വന്നിട്ട് നമ്മളെ പിക്കപ്പ് ചെയ്ത് മുന്നോട്ട്, സിസ്റ്റർ യു മസ്റ്റ് കണ്ടിന്യൂ ദിസ് ജേണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുഷ് ചെയ്യുന്നു. അപ്പോൾ ഈ സമൂഹത്തിൽ ഒരുപാട് നന്മയുണ്ട്. നമ്മൾ എന്താണോ നമ്മൾ നോക്കുന്നത്, എന്തിനു വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത്, എന്തിനു വേണ്ടിയാണോ നമ്മൾ അന്വേഷിക്കുന്നത്, അത് നമ്മൾ കണ്ടെത്തും. ഇപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ എല്ലാം നെഗറ്റീവായിരിക്കും. ബട്ട് ഇഫ് വി ലുക്ക് ഫോർ സംതിങ് പോസിറ്റീവ്, നന്മയെ തേടി നന്മയോടുകൂടി ഇറങ്ങുമ്പോൾ നമുക്കെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്യുന്നു. ഗോഡ് ഈസ് എ പ്രൊവൈഡർ ഓഫ് ഓൾ ഗുഡ് ആൻഡ് എവറി ഗുഡ് ടു മേക്ക് യുവർ ലൈഫ് മീനിങ് ഫുൾ. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ വിശ്വാസം നമ്മളെ നയിക്കേണ്ടത്. സിസ്റ്റർ 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്, അതുപോലെ നമ്മുടെ ലിൽ ടീച്ചറും. രണ്ടുപേരും അത്യാവശ്യം നല്ല തിരക്കുള്ളവരാണ്. അതിനിടയ്ക്ക് എപ്പോഴാണ് ഈ ഒരു സേവനത്തിനൊക്കെ സമയം കിട്ടാറ്? എൻ്റെ കൂടെ ഞങ്ങൾ ഈ മലയാള മനോരമയുടെ നല്ല പാഠം പദ്ധതിയുമായിട്ട് ആണ് ഞങ്ങൾ ഇത് ഇത്രയും സെക്കുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള നല്ല പാഠം കോർഡിനേറ്റർ, അതുപോലെ തന്നെ ഹൗസ് ചാലഞ്ചിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് എൻ്റെ കമ്പാനിയനും കൂടിയായിട്ടുള്ള ശ്രീമതി ലില്ലിപോൾ ടീച്ചറാണ്. ടീച്ചർ ഒരു ഹൈസ്കൂളിലെ സയൻസ് അധ്യാപികയാണ്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളും നിങ്ങൾക്കറിയാം, സ്കൂളിൽ വളരെ തിരക്കുള്ള ഇതാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ SSLCക്ക് ഇരുന്ന് പരീക്ഷ എഴുതുന്ന പശ്ചിമ കൊച്ചിയിലെ ഏറ്റവും വലിയൊരു വിദ്യാലയം കൂടിയാണിത്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കും, സിസ്റ്റർ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, ഇതൊരു എയ്ഡഡ് സ്കൂളിലെ പ്രിൻസിപ്പളും കൂടിയാണ്, എങ്ങനെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഇതിനൊക്കെ സമയം കിട്ടും, എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു പാഷൻ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വേദനകൾ ഒപ്പിയെടുക്കാൻ പറ്റിയൊരു കരുണ നിറഞ്ഞൊരു മനസ്സുണ്ടെങ്കിൽ ഇതിനൊക്കെ സാധിക്കും. ആ സമയം നമുക്ക് കമ്മിറ്റ്മെൻറ്റോ അങ്ങനെ ഒരു പാഷൻ ഇല്ലെങ്കിൽ എല്ലാം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ എനിക്കറിയില്ല, ആ ദൈവത്തിൻ്റെ കരുണയും നന്മയുമായിരിക്കും അപരൻ്റെ വേദന ആണ് എൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത്. ആ വേദന നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട് ഒപ്പിയെടുക്കുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ റെസ്റ്റ്ലെസ് ആവാണ്. ദെൻ യു ഗെറ്റ് വർക്ക് ഓറിയൻറ്റഡ് ആവും. വർക്ക് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയും പ്രയത്നവും ഒരുപോലെ നമ്മൾ കൊണ്ടുപോകണം. പിന്നെ ഈശ്വരൻ്റെ ആ നന്മ നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു വിളക്കിന് എണ്ണ പകരുന്ന കാര്യമാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും നമുക്ക് ആത്മവിശ്വാസം തരുന്നു. പിന്നെ സോഴ്സ് കണ്ടെത്താനായിട്ട് ഈശ്വരൻ്റെ നന്മ നമ്മുടെ ഈ പ്രപഞ്ചത്തിലെല്ലാം ഉണ്ട്. അപ്പോൾ അത് കണ്ടെത്തിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്പിരിറ്റ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് എ പാഷൻ ഫോർ ഇറ്റ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ മിഷനും എൻ്റെ പ്രൊഫഷണലായിട്ടുള്ളത് എൻ്റെ അതൊരു പ്രൊഫഷനാണ്. പ്രിൻസിപ്പൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മൈ പ്രൊഫഷൻ. പക്ഷേ അതോടൊപ്പം എൻ്റെ പാഷൻ ഫോർ മിഷൻ ഉണ്ട് ഞങ്ങൾക്ക്. അതാണ് ഈ ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് പോസിബിൾ ദാറ്റ് ഓൺലി തിങ് യു ഹാവ് ടു ഹാവ് എ മൈൻഡ് സെറ്റ് ടു ഡു ടു വാക്ക് എക്സ്ട്രാ മൈൽ ഫോർ അതേഴ്സ്. പ്രത്യേകിച്ച് ഹോംലെസ് ആയിട്ടുള്ള ഇന്നൊരു കുടുംബത്തിന്, ഏതൊരു വ്യക്തിക്കും അന്തി ഉറങ്ങാനായിട്ട് സുരക്ഷിതത്വമുള്ള ഒരു വീടുണ്ടെന്ന് പറഞ്ഞാൽ പകുതി പ്രശ്നം അവിടെ തീർന്നു. ഇന്ന് എല്ലാ പ്രശ്നത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ അപകർഷബോധം. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു വീടെന്ന് പറഞ്ഞാൽ പരമപ്രധാനമാണ്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ തുടങ്ങി അവൻ സ്വപ്നം കാണുന്നത് ഒരു നല്ല വീടാണ്. അപ്പോൾ ആ വീട് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം അവർ പ്രയത്നിക്കുക. അപ്പോൾ അപരൻ്റെ സ്വപ്നം, നമ്മളിന്ന് എല്ലാവരും അവരവരുടെ സ്വപ്നത്തിൻ്റെ പുറകെയാണ്. നോ, ലെറ്റ്സ് ടേക്ക് സ്റ്റെപ്പ് ടു ഫുൾഫിൽ ദ ഡ്രീംസ് ഓഫ് അതേഴ്സ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സമർപ്പിതയാണ്. മറ്റുള്ളവരുടെ സ്വപ്നം ഏറ്റെടുത്തുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്ക് നന്ദി പറയാനുള്ളത് ഈ സമൂഹത്തോടും അതുപോലെ തന്നെ ഈ സുമനസ്സുകളോടുമാണ്. കാരണം എൻ്റെ പാഷൻ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് സുമനസ്സുകൾ, അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ഭവനരഹിതരില്ലാത്ത കേരളം, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാവർക്കും വീട്, ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ ഏറ്റെടുക്കാൻ ആൾ കൂടെ ഉള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ആം റിയലി റിച്ച് ബിക്കോസ് ഓഫ് ദാറ്റ് സപ്പോർട്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് സപ്പോർട്ട്. അത് നന്മ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുകൾ വെല്ലുവിളിയെന്ന് വിചാരിച്ച് നിന്നാൽ അവിടെ സ്റ്റക്കായി പോകും.
ബട്ട് യു ഷുഡ് ഗോ എഹെഡ്. അതാണ് നമ്മുടെ ഫെയ്ത്ത് നമുക്ക് തരുന്ന ഊർജ്ജം. അതാണ് നമ്മൾ ഈശ്വരനിൽ നന്മയിൽ വിശ്വസിക്കുമ്പോൾ ആ ഊർജ്ജം നമ്മൾ ആക്കുമ്പോൾ എണ്ണ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും, നമുക്ക് ഇങ്ങനെ അവസാനം വരെയും കത്താനായിട്ട് സാധിക്കും. ആ കത്തുന്ന ദീപം, ആ പ്രകാശം ചുറ്റും പരത്തിക്കൊണ്ട് നമ്മുടെ ജീവിത അവസാനം വരെ നമുക്ക് ജ്വലിക്കുന്ന ദീപമായിട്ട് മാറാൻ സാധിക്കും. അതോടൊപ്പം സമൂഹത്തെ മാറ്റാൻ സാധിക്കും എന്നൊരു വിശ്വാസമാണ് എനിക്ക് ഈ സമൂഹ സൗഹൃദ വിദ്യാലയം എന്ന ആശയം പ്രാവർത്തികമാക്കി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് നല്ലൊരു ടീമുണ്ട് സ്കൂളിൽ. ഞങ്ങളുടെ പാരൻസ്, ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ അധ്യാപകർ എല്ലാവരും ഏക മനസ്സോടെ സഹകരിക്കും. ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ഇതിന് നല്ലൊരു കൂട്ടമാണ്. കാരണം ഒരുപാട് ത്യാഗം അവരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എൻ്റെ അധ്യാപക കൂട്ടായ്മ, എൻ്റെ കൂടെയുള്ള സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ റെഡി ഫോർ എനിത്തിങ്. ആ ഒരു ടീം സ്പിരിറ്റ്, ദാറ്റ്സ് സംതിങ് ഗ്രേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ രഹസ്യങ്ങൾ, ഈ ഹൗസ് ചാലഞ്ചിൻ്റെ സക്സസിൻ്റെ രഹസ്യങ്ങൾ. അത് ഇന്ന് വരെ മുന്നോട്ട് പോകുന്നത്. കുതിരക്കൂർ കരി എന്ന് പറയുന്ന ഈ പ്രദേശം യഥാർത്ഥത്തിൽ ചെല്ലാനം പഞ്ചായത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് കൊറോണയും അതോടൊപ്പം ശക്തമായ കടലാക്രമണവുമൊക്കെ വന്നപ്പോൾ നമ്മൾ ടി വി മാധ്യമങ്ങളുടെ എല്ലാം കണ്ടതാണ് ചെല്ലാനം പ്രദേശത്തിൻ്റെ വളരെ ദയനീയമായ ഭീകരമായൊരവസ്ഥ. പക്ഷേ അപ്പോഴും ഈ ഒരു കുതിരക്കൂർ കരി എനിക്ക് തോന്നുന്നത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഇരിക്കുന്നൊരു അവസരത്തിലാണ് സിസ്റ്ററുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ സ്ഥലം വന്ന് കാണാനിടയായത്. ആ സമയത്ത് ഇവിടേക്ക് കടന്നു വരുമ്പോൾ സത്യത്തിൽ അന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അത്രയും, കാരണം ഇവിടുത്തെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് പോലും ഈ ഇതിലേക്ക് ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അത്രയും വെള്ളവും ചെളിയും ഒക്കെ ആയിട്ട് അവരുടെ ദുരിതമായ ജീവിതം കണ്ടപ്പോഴാണ് ഇവിടെ ഒരു പരിവർത്തനം, ഒരു മാറ്റം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം സിസ്റ്ററിന് വന്നതും ഞങ്ങൾ മീഡിയയിലൂടെ പുറംലോകം കുറിച്ച് ഇതൊന്ന് ഈ ഇങ്ങനൊരു പ്രദേശത്തിൻ്റെ അവസ്ഥ, നല്ലൊരു വഴി പോലും ഇവർക്ക് നടക്കാനില്ല, സത്യത്തിൽ നടന്നു പോകാനില്ല, പുറം ലോകത്തെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജനപ്രതിനിധികൾ, നമ്മുടെ ഹൈബീഡൻ MP അതുപോലെ ഉള്ള ജനപ്രതിനിധികളെയൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നു. ഇത് ഈ പ്രദേശത്ത് പൂർത്തിയാക്കിയ രണ്ടാമത്തെ വീടാണ്. ഈ വീടിൻ്റെ താക്കോൽ ദാനം നിർവഹിച്ചത് ശ്രീമതി ജെബി മേത്തർ MP ആണ്. അപ്പോൾ പുള്ളിക്കാരിയുടെയും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ വീട് പണിക്ക് വേണ്ടി കുറേ ദൂരമാണ് ഇവർ സാധനങ്ങൾ ചുമന്ന് കൊണ്ടുവരേണ്ടത്. പിന്നെ ഈ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ കൂട്ടായ്മയാണ് സത്യത്തിൽ ഇവിടെ ഇത്രയും വീടുകൾ പണിയാനൊരു അവസരം ഉണ്ടാക്കിയത്. ഇപ്പം ഈ വീട് പണിതു എല്ലാവരും കൂടി സഹകരിച്ച്, അതുപോലെ ഇപ്പോൾ അടുത്തൊരു വീട് ഇവിടെ എൻ്റെ പണി ഏതാണ്ട് പകുതിയായി നിൽക്കുന്നു. പിന്നെ മറ്റ് അടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ സിസ്റ്റർ ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം, ഒരു വീട് പണിത് കഴിയുമ്പോഴും മറ്റുള്ള എല്ലാവരും കൂടി, ആ വീടും അതുപോലെ മറ്റുള്ള എല്ലാവരും കൂടി അടുത്ത വീടിൻ്റെ നിർമ്മാണത്തിൽ തങ്ങളാലാവുന്നത്, ചിലർക്ക് പണി ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും, ചിലർക്ക് അവരുടെ സമയം കൊടുത്ത് സഹായിക്കാൻ വിചാരിക്കും, ചിലർക്കൊന്ന് ഇടപെടാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണോ നമുക്കുള്ളത് അത് പങ്കുവയ്ക്കുക. ഈ ഒരു ഹൗസ് ചലഞ്ച് എന്ന പദ്ധതിയുടെ തന്നെ വിജയം ഈ ഒരു പങ്കുവയ്ക്കലാണ്. നമുക്കുള്ളത് എന്താണോ അത് പങ്കുവെച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇന്ന് 180ഓളം മനോഹരമായ വീടുകൾ പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളുടെ ഇടപെടൽ അതിലേക്കുണ്ട്. പണമല്ല ഇവിടെ വിഷയം, നമ്മൾ നല്ല മനസ്സിലൂടെ പങ്കുവയ്ക്കുന്നു അവർക്കുള്ളത്. അപ്പോൾ ഈ ഒരു പ്രദേശത്തെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതുപോലെ തന്നെ ഒട്ടും സുരക്ഷിതമില്ലാത്ത ഭവനങ്ങളുള്ള എല്ലാവർക്കും സുരക്ഷിതമായ ഭവനങ്ങൾ ഈ ഒരു പദ്ധതിയിലൂടെ സുമനസ്സുകളുടെ പങ്കാളിത്തത്തോടെ പൂർത്തിയാക്കി കൊടുക്കാനും സാധിക്കണം. കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു വീട് സിസ്റ്റർ ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങളൊരു ഷെഡിലാണ് ഇവിടെ താമസിക്കുന്നത് വെച്ചത്. ഷെഡെന്ന് പറയുമ്പോൾ ഒരു വെള്ളം കയറുമായിരുന്നു, മഴക്കാലത്തൊക്കെ വെള്ളം ശരിക്കും കയറുമായിരുന്നു. അങ്ങനെ സിസ്റ്ററിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ പെട്ടെന്ന് തന്നെ ആരംഭിച്ചു. സെപ്റ്റംബർ 8-ാം തീയതി കല്ലിട്ട് തുടങ്ങി. ജൂൺ 5-ാം തീയതി ഞങ്ങൾ താമസിച്ചു. അതിനു മുന്നേ താക്കോൽദാനം ബഹുമാനപ്പെട്ട ജബി മേത്തർ മാഡം വന്ന് അത് താക്കോൽദാനം നടത്തി. അതേപോലെ ഈ ഹൗസ് ഓഫ് ചലഞ്ചിൻ്റെ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിനും നന്ദി ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. പിന്നെ ഒട്ടേറെ പേരുടെ പ്രയത്നം ഉണ്ടായിരുന്നുണ്ട് അതിന്. കാരണം മെറ്റീരിയൽസ് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായ കാര്യമായിരുന്നു. പക്ഷേ എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു ഭവനം, അതിനൊരു സിസ്റ്ററിൻ്റെ ഏറ്റവും നല്ല മനസ്സ്, ഹൗസ് ഓഫ് ചലഞ്ചിൻ്റെ ഒരു കൈത്താങ്ങ്, ഏറ്റവും ശക്തമായൊരു കൈത്താങ്ങ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഭവനം. അപ്പോൾ ഹൗസ് ഓഫ് ചലഞ്ചിനും ഇതിൻ്റെ ടീമിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഹൗസ് ചാലഞ്ച് തോപ്പുംപടി അവർ ലേഡി സ്കൂൾ നേതൃത്വം നൽകുന്ന സുമനസ്സുകളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഹൗസ് ചാലഞ്ച് പദ്ധതിയിലൂടെ നടപ്പാക്കിയ
നിർമ്മിക്കുന്ന 74ാമത്തെ വീടാണിത്. ഇതിപ്പോൾ നിർമ്മാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റോട്ടറി, കൊച്ചിൻ ക്ലബ് ഓഫ് റോട്ടറി ഗ്ലോബൽ എന്ന് പറയുന്ന റോട്ടറി ക്ലബ്ബാണ് ഇതിൻ്റെ മെറ്റീരിയൽസ് സംഭാവനയായിട്ട് നൽകുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവർ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ കുതിരക്കൂർ കരി കളത്തറ ഏരിയയിൽ 25 വീടുകളാണ് റോട്ടറി ക്ലബ്ബുകാർ ഇപ്പോൾ സ്പോൺസർ ചെയ്തേക്കണം ഈ വർഷം. അപ്പോൾ അത് നമ്മൾ മെറ്റീരിയൽ അവർ തരും, ബാക്കി ഇതിൻ്റെ ലേബേഴ്സ് നമ്മൾ തന്നെ കണ്ടെത്തണം. അപ്പോൾ അത് നിർമ്മാണ തൊഴിലാളികളായിട്ട് കഴിവുള്ളവരെ നമ്മൾ കണ്ടെത്തിയിട്ട് അവരെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ടീമായിട്ട്. അപ്പോൾ നല്ല കാർപ്പൻറ്റേഴ്സ്, നല്ല മെയ്സൻസ്, നല്ല വാർക്കപ്പണിക്കാർ അങ്ങനെയുള്ളവരെ കൊണ്ട് അവരുടെ തന്നെ ടീം ആയിട്ട് എടുത്തിട്ട് ലേബർ അവർ ചെയ്യണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അമ്മച്ചിയാണ് നമ്മുടെ ഇവിടുത്തെ കാരണവരുത്തി. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വേലിയേറ്റം വരുമ്പോൾ ഇവിടെ ചുറ്റും വെള്ളമാണ്, ഉപ്പുവെള്ളമാണ്, എപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവർ കിടന്നിരുന്ന വീട് അപ്പുറത്തായിരുന്നു, എപ്പോഴും വെള്ളം കയറി ഭയങ്കര ഒരു ശോചനീയമായ അവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തറ ഇത്രയും പൊക്കി കെട്ടി തറയ്ക്ക് തന്നെ നല്ലൊരു എമൗണ്ട് വരും. ഇപ്പോൾ ഗവൺമെൻറ് ഫണ്ട് കിട്ടാമെന്ന് വെച്ചാൽ പോലും ഇവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ 4 ലക്ഷം രൂപയും കൊണ്ടൊന്നും ആവില്ല, ലേബർ പോലും കൊടുക്കാനുണ്ടാവില്ല. അത് കാരണം ഇപ്പോൾ ഇത് റോഡ് സൈഡ് ആയതുകൊണ്ട് ഇവിടെ മെറ്റീരിയൽ കൊണ്ടുവന്ന് ഇറക്കാം. ചില സ്ഥലങ്ങളിൽ ഉൾപ്രദേശം ആകുമ്പോൾ ഇവർ മെറ്റീരിയൽ വലിച്ചുകൊണ്ടൊക്കെ പോകണം. അപ്പോൾ അത് ചിലവ് നോക്കി വരുമ്പോൾ ഇവർ തന്നെ പണിയാണെന്നുണ്ടെങ്കിൽ ഒരു 15 ലക്ഷം ഉണ്ടെങ്കിലും തീരില്ല. ആ സമയം നമ്മൾ ഇടപെട്ടിട്ട് നമുക്ക് ഹോൾസെയിലിൽ മെറ്റീരിയലൊക്കെ ഇറക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 9 ലക്ഷം 10 ലക്ഷം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും ഇപ്പോഴത്തെ പുതിയ റേറ്റ് അനുസരിച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഇവർ തന്നെ ചെയ്യുമ്പോൾ ഇവർക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ നിർമ്മാണം ഇപ്പോൾ നമ്മൾ 180 വീടുകൾ ശിലാസ്ഥാപനം നടത്തി പണി നടന്നുകൊണ്ടിരിക്കണം. അതിലൊരു 175ഓളം വീടുകൾ നമ്മളിപ്പോൾ കൈമാറി നിർമ്മാണം പൂർത്തിയാക്കിയിട്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് ഞങ്ങൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നു. പക്ഷേ സമൂഹത്തിൽ നാനാ തുറകളിലുള്ള ഒത്തിരി സുമനസ്സുകളുടെ സഹകരണത്തോടെയാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തൊഴിൽ ചെയ്യാൻ കഴിവുള്ളവർ തൊഴിൽ ചെയ്തു തരുന്നു, ഇടപെടാനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇടപെടാൻ കഴിവുള്ളവർ ഇടപെടുന്നു. അതുപോലെ തന്നെ നമുക്ക് എല്ലാ തലത്തിലുള്ളവർ കൂലിപ്പണിക്കാർ തുടങ്ങി വലിയ വ്യവസായികൾ വരെയും ഹൗസ് ചാലഞ്ച് പദ്ധതികൾ പങ്കാളികളാണ്. അപ്പോൾ ഇതൊരു പങ്കുവയ്ക്കലിൻ്റെ നല്ല പാഠമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഉള്ളവനുള്ളതില്ലാത്തവരുമായിട്ട് പങ്കുവയ്ക്കുക. അപ്പോൾ അവരവരുടെ ചിലപ്പോൾ അവരുടെ സമയമായിരിക്കാം, ആരോഗ്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ദശാംശമായിരിക്കും, ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിൽ പങ്കാളികളാവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവം വിളിച്ച് തന്ന് അങ്ങനെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് കിട്ടിയ ഒരു ഇതാണിത്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു.